അപ്പോൾ ലിയോണ, നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ പെർഫോമേഴ്സ് വരുമ്പോൾ അവരുടെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇന്ന് അതുപോലെ പെർഫോം ചെയ്യാൻ വരുന്നത് ഈ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് മേഖലയിൽ തൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരിയാണ്. നമുക്ക് വേണ്ടി ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്ന പാട്ടാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സക്സസ്ഫുൾ വുമൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു കലാകാരിയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം രാധിക രുദ്ര. അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാട്ടുകാരി എന്ന് മാത്രമല്ല, ഒരുപാട് മേഖലകൾ, അതായത് യോഗ ടീച്ചറാണ്, ആർട്ട് ഓഫ് ലിവിങ്ങിലെ ടീച്ചറാണ്, ഒരു ബിസിനസ് ഓൺട്രപ്രണറാണ്, സ്വന്തമായിട്ട് ഓയിൽ, അതായത് മുടി വളരാനും സ്കിൻ കെയറിനൊക്കെ ഉപയോഗിക്കുന്ന ഓയിൽ ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ ഒരു ആങ്കറാണ്, ഒരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് അല്ലേ? അതെ. അപ്പൊ പറയൂ, ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിപ്പെട്ടത്? അതെ, മെയിൻലി ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ സുദർശന ക്രിയ എന്ന് പറഞ്ഞിട്ട് ബ്രീത്തിങ് പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ അത് ഡെയിലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ചേഞ്ച് ഉണ്ടാവും ലൈഫിൽ. അപ്പൊ പൊതുവേ നമ്മൾ കേട്ടിരിക്കുന്ന പോലെ ഈ ആർട്ട് ഓഫ് ലിവിങ് ഫോളോ ചെയ്യുമ്പോൾ ജീവിതത്തിൽ വരുന്ന മാറ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും പറയുന്നത് ഭയങ്കര ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ആൻഡ് എപ്പോഴും ഒരു പീസ്, അങ്ങനെ ഒരു പീസ്ഫുൾ ലൈഫ് ആയിരിക്കും അവർക്കെന്ന് കേട്ടിട്ടുള്ളത്. ആ ഒരു ചേഞ്ച് ചേച്ചി അനുഭവിച്ചു അല്ലേ? ശരിക്കും അനുഭവിച്ചു. നമുക്ക് ഏറ്റവും പറ്റണമെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള ഒരു സ്മൈല് നമുക്ക് പോവാതെ നിർത്താം. അതെ അതെ അതെ. അത് തന്നെ നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ളവർ ചോദിക്കും എന്താ ഇതിന്റെ പുറകില്. ശരി. ഏത് വയസ്സിലാണ് ഇതിലേക്കൊക്കെ തിരിഞ്ഞത്? ആക്ച്വലി ഞാൻ വളരെ ലേറ്റ്ലി ആയിട്ടാണ്, എൻ്റെ മിഡിൽ ഏജിൽ ആണ് ഞാൻ തിരിഞ്ഞത്. അതായത് ഒരു 30ക്ക് ശേഷം? 45-ന് ശേഷമാണ് ഞാൻ തിരിഞ്ഞത്. അപ്പോൾ ലൈഫിൽ അങ്ങനെ ഒരു പോയിന്റിലെത്തി, ഒരു ഭയങ്കര വാക്വം ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞതും. പക്ഷെ പിന്നെ ഉള്ളതെല്ലാം എല്ലാ സക്സസും വളരെ ഫാസ്റ്റ് ആയിരുന്നു. അത് ശരി. ഈ അതായത് ബിസിനസ് തുടങ്ങാനായിട്ട് അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു പ്രചോദനം എവിടുന്ന് കിട്ടി? എങ്ങനെയാന്ന് അറിയില്ല. ഒരു ഓയിൽ ഉണ്ടാക്കി അതിന് ഭയങ്കര ചേഞ്ചസ് ലൈഫിൽ കണ്ടു തുടങ്ങി. എനിക്ക് സ്വയം കണ്ടു. ഞാൻ കുറേ കാലം ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു എന്തിനെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കണം, ഇത് ശരിക്കും വളരെ നല്ലതാണല്ലോ. അങ്ങനെ ഞാനത് സെയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബിസിനസ്സിലേക്ക് വന്നു. ഇതും ഒരു ബിസിനസ് ഓൺട്രപ്രണർ എന്നൊക്കെ പറയാം അല്ലേ? ചെറുതായിട്ട്. കൂടെ ആരെങ്കിലും ഉണ്ടോ ഇതിനൊക്കെ സഹായിക്കാനൊക്കെ? ഒന്നുമില്ല, ആരുമില്ല, ഈ ബിസിനസ്സിൽ ആരുമില്ല. മെയിൻലി പാട്ടാണ് എന്നെ ജീവിപ്പിച്ച് നിർത്തുന്നത്. പാട്ടാണ്. അപ്പൊ പാട്ട് കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി പഠിച്ചിട്ടില്ല പാട്ട്. ഞാനൊരു ഇങ്ങനെ 5 വയസ്സ് വരെ എന്തോ ജണ്ടവരിശകൾ എന്നൊക്കെ പറയുമല്ലോ, അത്രയും പഠിച്ചത് ഓർമ്മയുണ്ട്, അല്ലാതെ പഠിച്ചിട്ടില്ല. പിന്നെ ഭയങ്കര പാഷനായിരുന്നു പണ്ടിങ്ങനെ. നമ്മുടെ പി ലീലാമ്മ, എസ് ജാനകി അമ്മ, സുശീലാമ്മ, ഇവരിങ്ങനെ കേട്ട്, അന്ന് റേഡിയോ മാത്രല്ലേ ഉള്ളൂ. അപ്പൊ അത് കേട്ട് അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പാടാൻ തുടങ്ങി. ലിയോണയ്ക്ക് എന്താണ് ചോദിക്കാനുള്ളത്? ചേച്ചി ഇപ്പൊ വന്നിരിക്കുമ്പോ ഹൗ ഓൾഡ് ആർ യു? 53. ഓ, അത് ശരി. 53 is almost like അമ്മയുടെ ഒക്കെ ഏജ് ആയിട്ട് വരും. അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഏജ്, അമ്മ എത്ര ഏജ്, ഈ ഏജിൽ അമ്മയ്ക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ യു ക്യാൻ ഡു. അതെ, ശരിക്കും അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രിവിലേജ് വീടിന്റെ ഉള്ളില്. നമ്മൾ ആരും അമ്മമാരുടെ അടുത്ത് നോ പറയാറില്ല. അമ്മമാരാണെങ്കിൽ നിരത്തി പിടിച്ച് എല്ലാവരുടെ അടുത്തും നോ എന്ന് പറയാം. അപ്പൊ അമ്മയുടെ അടുത്ത് എപ്പോഴും ഞാൻ കളിയാക്കി പറയണതാണ്, അമ്മയുടെ അടുത്ത് ആര് എന്ത് നോ പറയാൻ, അമ്മ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ചേച്ചി. അതെ, ഒരുപാട് അമ്മമാർക്ക്, ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അവരത് വേണ്ടാന്ന് വെക്കുകയാണ്. അതായത് പ്രായമായില്ല, ഇനി 50-ആം വയസ്സിൽ ഞാൻ ഈ പാട്ടൊക്കെ പാടി നടന്ന ആളുകൾ എന്ത് പറയും, അങ്ങനെയൊക്കെ ചിന്തയാണ്. അങ്ങനെ ഓരോ ചിന്തകളാണ് ഓരോ ആൾക്കാരുടെ മനസ്സിൽ. അപ്പോൾ ആ ചിന്തകളൊക്കെ മാറിയിട്ട് അവരും അവരുടെ ഒരു രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക. അങ്ങനെ ഒരുപാട് പേർക്ക് പ്രചോദനമാകും ചേച്ചിയുടെ ഈ ഒരു ലൈഫ്. ശരി, അപ്പൊ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാമിലി, അവരെ കുറിച്ചിട്ട്? അദ്ദേഹം നഷ്ടമായപ്പോഴാണ് ആ ഒരു വാക്വം വന്നത്. അതിന്ന് തിരിച്ചു വരാനായിട്ടാണ് ഞാൻ ഇതിലേക്കൊക്കെ വന്നത്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ
മക്കള് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോഴത്തെ കുട്ടികൾ പ്രത്യേകിച്ചും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ നിങ്ങളൊക്കെ അമ്മമാർക്ക് നല്ല സപ്പോർട്ടല്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ മക്കളെല്ലാവരും. എനിക്ക് തോന്നുന്ന മോസ്റ്റ്ലി അമ്മമാർക്ക് നല്ല സപ്പോർട്ട്. അതെ അതെ എനിക്കും അതുപോലെയാണ്. എന്താണോ സന്തോഷമായിരിക്കാൻ തോന്നണത് ചെയ്തോളൂ എന്ന് പറയും. രണ്ടാൺകുട്ടികളാണ്, രണ്ടുപേരും പ്ലേസ്ഡ് ആണ്. അപ്പം ഇവിടെ ഒന്നും വരാൻ അങ്ങനെയൊന്നും വരൂല, വിളിച്ചാലും അമ്മ പോയിക്കോ തന്നെ. അപ്പൊ എന്തായാലും ആ മക്കൾക്കും ഞങ്ങളുടെ വക ഒരു കയ്യടി ഇരിക്കട്ടെ. അവർ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മക്കളായതുകൊണ്ട് തന്നെ.